അവസ്ഥകളിൽ, ജീവിതത്തിൻ്റെ സ്ഥിതികളിൽ അസാധാരണമായ ഒരു വലിയ മാറ്റം കർത്താവ് വരുത്താൻ പോകുക. ആ നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തതയോടെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് അത് ചലിക്കും. ആ വിഷയങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ഇന്നും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തവും ആഴമായി ഇടപെടുന്ന ദൂത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു: അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി കൈമാറുക. വചനം പറയുന്നു, ജനം കഷ്ടതയിൽ കിടക്കുമ്പോൾ, ജനം തകർച്ചയിൽ കിടക്കുമ്പോൾ, അടിമത്തത്തിലായിരിക്കുമ്പോൾ, വേദനാജനകമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗം തുറന്ന അത്ഭുതത്തിൻ്റെ വഴികളുണ്ട്, അത്ഭുതത്തിൻ്റെ ദൈവപ്രവർത്തികളുണ്ട്. വാഗ്ദത്തങ്ങളിലേക്ക് ദൈവരെ നടത്തുക. ആ തലത്തിൽ ആ സമയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ അതിനകത്തുനിന്നൊരു വാക്ക് ചൂണ്ടിക്കാണിക്കുന്നു: മുമ്പേ പോയിട്ടില്ലാത്ത ഒരു വഴി. അതാ ഇന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ പൈതലേ, ജനത്തോട് യോശുവ പറയുക, നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ല, ഇതുവരെ പോകാത്ത ഒരു വഴി, അതിലൂടെ ദൈവം നടത്താൻ പോവാന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആ വേദന അറിഞ്ഞ്, നൊമ്പരമറിഞ്ഞ് ദൂതിടപെടുക. ഇതുവരെ അനുഭവിക്കാത്ത കഷ്ടതയിൽ കൂടെ നടക്കുന്നില്ലേ? ഇതുവരെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മരുഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ, എന്നാൽ അതിൽ നടന്ന് മടുക്കുന്നൊരു ജീവിത സാഹചര്യം, കോരിയിൽ താഴ്വരയിൽ കൂടെ നടന്ന് മടുക്കുന്നൊരു സാഹചര്യം, ഇന്ന് വരെ അനുഭവിക്കാത്ത കഷ്ടതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത. ഇന്ന് വരെ ഇപ്രകാരം ഒരു കഷ്ടത ഞാൻ അനുഭവിച്ചിട്ടില്ല, ഇപ്രകാരം ഒരു വേദനയും പ്രശ്നവും ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. ആ നിലയിലാണ് എൻ്റെ സ്ഥിതിയായിരിക്കുന്നത്, ആ അവസ്ഥയിലാണ് എൻ്റെ സാഹചര്യമായിരിക്കുന്നത്. ദൈവമേ, ഇന്നും എനിക്ക് വേണ്ടി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൂത് ഏറ്റെടുത്തോ. മുമ്പേ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ദൈവം നടത്താൻ പോവാ. അത് ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തമാണ്, അത് ദൈവത്തിൻ്റെ കരുണയാ, അത് ദൈവത്തിൻ്റെ സ്നേഹവാ, അത് ദൈവത്തിൻ്റെ മഹാമനസ്സലിവ. ആ കർത്താവ് ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തമായി ഇടപെടുക. വാഗ്ദത്തങ്ങളുടെ പുതിയ വഴി ദൈവം ഇതാ തുറക്കാൻ പോവുക. മുമ്പേ പോയിട്ടില്ലാത്ത അനുഗ്രഹത്തിൻ്റെ പാത ദൈവം തുറക്കാൻ പോവുക. വേദനിക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആഴമായി പ്രവചിക്കുക. മുമ്പേ പോയിട്ടില്ലാത്ത വഴി അത് ജീവിതത്തിൽ കാണാൻ പോവുക. കർത്താവ് അത് കാണിച്ചു തരിക മാത്രമല്ല, ദൈവം ആ വഴിയിലൂടെ നടത്താൻ പോവുക. ഇന്ന് വരെ കാണാത്ത വഴി ജീവിതത്തിൽ ചിലർക്ക് വേണ്ടി തുറക്കാൻ പോവുക. കണ്ണുനീരിൻ്റെ ധാരധാരയായി ഒഴുക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൂത് വിശ്വസിച്ചോ. ഒരു പുതിയ വഴി സ്വർഗം തുറക്കാൻ പോവാം. പുതിയ വഴിയിൽ പുതിയ തലങ്ങൾ കാണും, പുതിയ ബന്ധങ്ങളുണ്ടാകും, പുതിയ കാഴ്ചകൾ അത് ദൈവം വെളിപ്പെടുത്തും. ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയുന്ന നിലവാരത്തിലാണ്, ആനന്ദം കൈവരിക്കത്തക്ക നിലയിലാണ് ദൈവത്തിൻ്റെ ആ വാഗ്ദത്ത വഴി ദൈവം തുറക്കാൻ പോകുന്ന. അവിടെ ഒരു നിറവുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു സമൃദ്ധിയുണ്ട്. ആ നിലയിൽ പുതിയ അനുഭവങ്ങളിലേക്ക്, കഴിഞ്ഞ കാല കഷ്ടതകളെ മറക്കുന്ന, കഴിഞ്ഞ കാല വേദനകളെ മറക്കുന്ന, കഴിഞ്ഞ കാല നൊമ്പരങ്ങളെ മറക്കുന്ന പുതിയ വഴി, മുമ്പേ പോയിട്ടില്ലാത്ത പുതിയ വഴി ദൈവത്തിൻ്റെ പൈതലേ, അത് ഈ ദിവസങ്ങളിൽ സ്വർഗം തുറക്കും. ഈ ദിവസങ്ങളിൽ ദൈവം അതിലൂടെ നടത്തും. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ശബ്ദം ആഴമായി പരിശുദ്ധാത്മ പ്രവചിക്കുന്ന ഈ ദൂത് ഹൃദയത്തിൽ കുറിച്ചിട്ടോ. മുമ്പേ പോകാത്ത വഴിയിലൂടെ എൻ്റെ തലമുറ ദൈവം നടത്തും, എൻ്റെ കുടുംബത്തെ ദൈവം നടത്തും, എന്നെ ദൈവം നടത്തും. ആ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ആ ഒരു ദർശനത്തിൻ്റെ പൂർത്തീകരണം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നെന്ന് ആഴമായി വിശ്വസിക്കട്ടെ.
തീരട്ടെ. യോശുവ ജനത്തോട് പറയുക, മുമ്പേ ഈ വഴി നിങ്ങൾ പോയിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ പൈതലേ, ആ നിലയിൽ ഒരു വാഗ്ദത്തം ഇതാ സംഭവിക്കാൻ പോവാ. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദൂതനായി സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ഇന്ന് കേൾപ്പിച്ച് അങ്ങയുടെ വാഗ്ദത്ത ശബ്ദം ചലിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അത് നടക്കട്ടെ. അതിലെ നടത്തുക. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരം ജനത്തിൻ്റെ മേൽ, ദൈവമക്കളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നവരുടെ ആ വിഷയങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണം, വേഗത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.